ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ പൊട്ടറ്റോ വറുത്തരച്ച കറിയാണ്. ഒരു കോളിഫ്ലവർ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ നല്ലതായിട്ട് ഉപ്പിടണേ, ലൈറ്റ് ചൂടുവെള്ളത്തിൽ ഒരു 2 സ്പൂൺ ഉപ്പിട്ടിട്ട് കോളിഫ്ലവർ നന്നായിട്ട് ഒരു 5-10 മിനിറ്റ് കുതിർത്തിട്ട് നല്ലതായിട്ട് വാഷ് ചെയ്തെടുക്കണേ. നന്നായിട്ട് ഇത് വാഷ് ചെയ്യണം. അതിലെന്തെങ്കിലും പുഴുവോ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കരുത്. നമ്മളിത് കോളിഫ്ലവർ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. നമുക്ക് തേങ്ങ ഒരു പകുതിയെ തേങ്ങ ഒരു കപ്പ്, അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് പറങ്ങാണ്ടിപ്പരിപ്പ് ഇട്ടും അരയ്ക്കാമേ. ഉരുളക്കിഴങ്ങ് 2, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്, തക്കാളി 2, സവാള ഒരു 3, പച്ചമുളക് 2, കാശ്മീർ മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാലയെ, പൊട്ടറ്റോ. അപ്പോൾ നമുക്ക് പൊട്ടറ്റോയും ഈ കോളിഫ്ലവറും ചേർത്ത് നമുക്ക് നല്ലതായിട്ട് വഴറ്റണം. മസാല എണ്ണ ഒഴിച്ച് വഴറ്റി തനിയെ എടുക്കണേ. പച്ചമുളക് 2, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഉപ്പ്, എണ്ണ ആവശ്യത്തിന്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ ഇത് നല്ല ടേസ്റ്റായിരിക്കും നമുക്ക്. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ കറി ഉണ്ടാക്കാൻ തുടങ്ങാമേ. പാൻ വെക്കണേ. പാൻ വെച്ചിട്ട് ഒരു 3 സ്പൂൺ തേങ്ങ ഇടണം. തേങ്ങ ഇട്ട് എണ്ണ ഒഴിക്കണ്ട, തേങ്ങ ഇട്ട് വറുത്താൽ മതിയേ. അതൊത്തിരി കരിയണ്ട, ഈ സ്റ്റേജിൽ മതി. നമ്മൾ തീയലിന് വറുക്കുന്ന പോലെ. മുളക് പൊടി ഇടണേ, കാശ്മീർ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ വറുത്തിട്ട് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് വറുക്കാമേ. ഇത് സൈഡിലത്തെ അടുപ്പിൽ ഗ്യാസിൽ ഉരുളക്കിഴങ്ങ് വഴറ്റാം. ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ചേർത്ത് ഒന്ന് നന്നായിട്ട് ചുമപ്പിച്ചെടുക്കണേ. നന്നായിട്ട് ശകല എണ്ണ ഒഴിച്ചങ്ങ് വറുത്തെടുക്കാം നമുക്ക്. അത് വേറെ സെപ്പറേറ്റ്. സവാള ഇടാമേ. സവാള ഇട്ട് നന്നായിട്ട് വഴറ്റണേ. സവാള 2 പച്ചമുളക് ഇട്ടിട്ട് നമ്മൾ തക്കാളിപ്പഴം ഇട്ട് വഴറ്റാം. ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് കൂടെ ഇടണേ സവാളയുടെ കൂടെ. നമുക്ക് ആ തേങ്ങ കൂടെ നല്ലതായിട്ട് നൈസായിട്ട് അരച്ചെടുത്തുകൊണ്ട് വെക്കണമേ. ഉപ്പിടാം. ഒരു മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണേ. വേവിച്ചിട്ട് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നില്ല തേങ്ങയുടെ കൂടെ വേണമെങ്കിൽ ഒരു 2 പറങ്ങാണ്ടി പരിപ്പിട്ട്, ഒരു 2 അല്ല ഒരു 5-6 പറങ്ങാണ്ടി പരിപ്പിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇത് സൈഡിൽ നമ്മൾ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഈ ഗ്രേവിക്കകത്തോട്ട് ഇതങ്ങ് ഇടുക നമ്മൾ വഴറ്റിയിട്ട്. അപ്പോൾ ഒരു 3/4 വാശി നമുക്കിത് വെന്ത് കിട്ടും. ഈ ഗ്രേവിക്കകത്തോട്ട് നമ്മൾ അങ്ങ് ഇടണം. ഇതിൽ നമ്മളെല്ലാം ചേർത്താണല്ലോ അരയ്ക്കുന്നത്. ഇത് നന്നായിട്ട് വഴറ്റണേ. വഴറ്റിയിട്ട് ഒരു 1.5 ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണേ. 1.5 ഗ്ലാസ് ആദ്യം ഒഴിക്കാം, പിന്നെ മിക്സിയെല്ലാം കഴുകി ഒരു 1/2 ഗ്ലാസ് വെള്ളം, മൊത്തം 2 ഗ്ലാസ് വെള്ളം നമുക്ക് ആവശ്യമാകും. വെച്ച് അടച്ച് വെക്കണേ. ഒരു 10 മിനിറ്റ് മതി. ഇത് ഓൾറെഡി വെന്തതായിക്കൊണ്ട് എളുപ്പമൊന്ന് വെന്ത് കിട്ടും. 10 മിനിറ്റ് വെന്ത ഉടനെ കടുക്, കറിവേപ്പില, കൊച്ചുള്ളി ഇട്ട് നമുക്ക് കടുക് വറുത്ത് താളിച്ച് ഇടാം. ഇത് വന്ന് വെള്ളം ഒരു 2 നമ്മൾ കറി റെഡിയായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മതി. അടച്ച് വെച്ച് വേവിച്ചാൽ മതി. കടുക് വറുത്തിടാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് കറി റെഡി. ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെ ദോശയുടെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ ഇത് നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.